പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 മെയ് മാസം 24-ാം തീയതി. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി, വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ലഭ്യമാകുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുകയാണ് എങ്കിൽ കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കാം. 17,821 പേർക്ക് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ മരിച്ച ദിവസമാണ്. 196 ആളുകളാണ് ഇന്ന് കോവിഡ് രോഗം കാരണം കേരളത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇനി ബ്ലാക്ക് ഫംഗസിന്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ബ്ലാക്ക് ഫംഗസ് രോഗം വ്യാപിക്കുകയാണ്. അതായത് 5,424 പേർക്കാണ് ബ്ലാക്ക് ഫംഗസ് രോഗം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചത്. 18 സംസ്ഥാനങ്ങളിലായി രോഗം പിടിപെട്ടിട്ടുണ്ട്. 4,556 പേർ കോവിഡ് പോസിറ്റീവായ ആളുകൾക്കാണ് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത്. ഇതിൽ 55% പ്രമേഹ രോഗമുള്ള ആളുകൾക്കാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ന് ലഭിച്ച ഏറ്റവും പുതിയ വിവരം. രണ്ടാമതായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും ഒക്കെ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓൺലൈൻ വിപണന ശൃംഖല ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 107 ഇടങ്ങളിലാണ് ഓൺലൈൻ വിപണന ശാലകൾ ഉള്ളത്. അത് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം നടപ്പിൽ വരുന്നതോടുകൂടി കുറഞ്ഞ വിലയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ റേഷൻ കാർഡിന് അപേക്ഷ നൽകിയാൽ അത് അപ്രൂവൽ ലഭിച്ചാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഈ റേഷൻ കാർഡ് എന്ന് പറയുന്ന PDF ഫയൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങാം. മൂന്നാമതായി നമ്മൾ സംസാരിക്കുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു വാർത്തയാണ്. അതായത് ഇന്നലെ CBSE ബോർഡ് യോഗം ചേർന്നിരുന്നു. CBSE +2 പരീക്ഷകൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ബോർഡ് യോഗം ചർച്ച ചെയ്തത്. പക്ഷേ അതിലൊരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത്. അതായത് PG ലെവലിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഓപ്പൺ ബുക്ക് പരീക്ഷകൾ +2 ലെവലിൽ പരീക്ഷിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ. അതായത് മുൻകൂട്ടി ചോദ്യപേപ്പർ നൽകും. ഈ ചോദ്യപേപ്പറുമായി വീട്ടിലെത്തി അവർക്ക് പുസ്തകം നോക്കി പരീക്ഷ എഴുതാം. ഇങ്ങനെയുള്ള ചോദ്യപേപ്പറിന്റെ ചോദ്യത്തിന്റെ രീതിയിൽ നല്ല മാറ്റം ഉണ്ടാകും. കുട്ടികൾ കൂടുതൽ ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് CBSE ലെവലിലും ഇത് പരീക്ഷിക്കണമെന്നാണ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഓൺലൈൻ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ കേരളത്തിലും നടപ്പാക്കാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമതായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണവും ലോക്ക്ഡൌൺ നിയന്ത്രണത്തെക്കുറിച്ചാണ്. അതായത് വരുന്ന ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ കൂടുതൽ ശക്തമാക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പല ജില്ലകളിലെയും സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ അതിശക്തമായ ഇടപെടൽ ആവശ്യമായി വരുമെന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കാരശ്ശേരി പഞ്ചായത്തിൽ 58% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതായത് 100 പേരെ പരിശോധിക്കുമ്പോൾ അതിൽ 58 പേർക്ക് കോവിഡ് പോസിറ്റീവാണ് എന്നുള്ള കണ്ടെത്തലാണ് കോഴിക്കോട് ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 43 പഞ്ചായത്തുകളിൽ സ്ഥിതിഗതികൾ രൂക്ഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കിയിട്ടും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരെങ്കിലും ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങിയാൽ അവർ പിടിക്കപ്പെട്ടാൽ അടുത്തുള്ള ആശുപത്രിയിലേക്കോ അതല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിലേക്കോ കൊണ്ടുപോയി അവരെ ആന്റിജൻ പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ മലഞ്ചരക്ക് കടകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കൂടി ഇന്ന് എടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം തുറക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇടുക്കി, വയനാട് എന്നീ 2 ജില്ലകളിൽ 2 ദിവസവും അതോടൊപ്പം തന്നെ മറ്റുള്ള ജില്ലകളിൽ ആഴ്ചയിൽ 1 ദിവസം തുറക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.